സോ ഹലോ ഗൈസ്, നിങ്ങൾ യൂട്യൂബ് ചാനൽ ഇപ്പോൾ റീസെൻ്റ്ലി തുടങ്ങിയതായിക്കോട്ടെ, അല്ലെങ്കിൽ ജസ്റ്റ് തുടങ്ങിയിട്ട് ഇടയ്ക്ക് വല്ലപ്പോഴും വീഡിയോസ് ഇടുന്നതായിക്കോട്ടെ, നിങ്ങൾക്ക് റീച്ചും കാര്യം ഒരു മാങ്ങയും ഒന്നുമില്ല എന്ന് വിചാരിച്ചു. ബട്ട് സ്റ്റിൽ നിങ്ങളുടെ ചാനൽ ഭയങ്കര ന്യൂബ് അല്ലെങ്കിൽ ബിഗിനർ ലെവൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ചാനലാണ്. നിങ്ങൾക്കൊരു പ്രൊഫഷണൽ ലെവലിലോട്ട് മാറ്റാനുള്ള 5 ടിപ്സാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. ആൻഡ് ഇറ്റ്സ് വെരി ഈസി ഗൈസ്. നിങ്ങൾക്ക് ഇതിലൂടെ എഐയുടെ ഹെൽപ്പ്, അതായത് എ ഐ യൂസ് ചെയ്തിട്ടാണ് ഇത് മെയിനായിട്ട് ഞാൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഞാൻ ടിപ്സ് പറഞ്ഞുതരാം. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതും അതായത് നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ചെയ്യേണ്ടതും കുറച്ച് കാര്യങ്ങൾ, ചെറിയ ചെറിയ ചേഞ്ചസ് നിങ്ങളുടെ ചാനലിൽ ഫ്രം ബിഗിനർ ടു പ്രൊഫഷണൽ ലെവൽ സാധനം എത്തിക്കും. ഫോർ ഫസ്റ്റ് നമുക്ക് നമ്മളൊരു ചാനൽ തുടങ്ങി കഴിഞ്ഞാൽ ഓബ്വിയസ്ലി നമ്മൾ എന്തായാലും ഒരു ഡി പി കൊടുക്കണം. നമ്മുടെ ചാനലിൻ്റെ ഒരു ലോഗോ ഡി പി വാട്ട് എവർ ഇറ്റ് ഈസ് അത് ചെയ്യുക. അതേപോലെ ബാക്കിൽ നമ്മൾ ചാനൽ എടുത്തു കഴിഞ്ഞാലുള്ള ബാനർ, ഡിസ്ക്രിപ്ഷൻ, ഈ ഡിസ്ക്രിപ്ഷൻ നമ്മുടെ ചാനലിനെ പറ്റിയൊരു ചെറിയ ഡിസ്ക്രിപ്ഷനും കാര്യം ഉണ്ടാവും, അതെല്ലാം കൊടുക്കുക. അതേപോലെ ബാനർ കൊടുക്കുക, അതേപോലെ ഡി പി കൊടുക്കുക. ഇതൊക്കെയാണ് ഫസ്റ്റ് ബേസിക് സ്റ്റെപ്പ്. നിങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങി അല്ലെങ്കിൽ നിങ്ങൾ കൊടുത്തിട്ടില്ലെങ്കിൽ ഇത് മസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ ചാനൽ ആരെങ്കിലും ചെക്കൗട്ട് ചെയ്ത് നോക്കുന്ന സമയത്ത് ബെയർ മിനിമമായിട്ട് കാണേണ്ട സാധനങ്ങളാണ് ഇതെല്ലാം. ഇതെല്ലാം എന്തായാലും ഒരു പ്രൊഫഷണൽ ലെവൽ ചാനൽ എന്തായാലും ഇതൊക്കെ ചെയ്തിരിക്കും. ആൻഡ് നമ്മുടെ നമ്പർ 2, നിങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഫോർ എക്സാമ്പിൾ, നമ്മൾ ജസ്റ്റ് ബേസിക്കായിട്ട് ഞാൻ ഇപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഷൂട്ട് ചെയ്യുന്നു, എടുക്കുന്നു, ഇടുന്നു. ബട്ട് ഞാൻ എല്ലാപ്പോഴും ഫോക്കസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ, തംബ്നെയിൽ. എപ്പോഴും നമ്മുടെ തംബ്നെയിൽ നീറ്റ് ആൻഡ് ക്ലീൻ, അല്ലെങ്കിൽ തംബ്നെയിൽ കുറച്ച് അട്രാക്റ്റീവ്, കണ്ടാൽ നമ്മൾ എടുത്ത് തുറന്നു നോക്കണം. മറ്റേ എന്താ വീഡിയോ എന്താ ചെയ്യുന്നത് അറിയേണ്ട ഒരു ക്യൂരിയോസിറ്റി ജനിപ്പിക്കുന്ന തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാൻ നോക്കുക. തംബ്നെയിൽ ഒരു ഇമ്പോർട്ടൻറ്റ് ഘടകമാണ് ഗൈസ്. തംബ്നെയിൽ മാത്രമല്ല, നമ്മൾ ടൈറ്റിൽ നോക്കണം. ഫോർ എക്സാമ്പിൾ, നമ്മൾ നല്ല ക്ലിക്ക് ക്ലിക്ക് ബൈറ്റ് കിട്ടുന്ന ടൈറ്റിൽസ് ഇടണം. ലൈക്ക് എന്താ പറയുക, അത് നമുക്ക് ജെമിനിയിലോ അല്ലെങ്കിൽ ചാറ്റ് ജി പി ടിയിലോ അടിച്ചിട്ട് നമുക്ക് നമ്മളെ കണ്ടന്റ് അടിച്ചിട്ട് ഒരു ടൈറ്റിൽ എന്നോട് മറുപടി തമ്പനയിലൊക്കെ ടൈറ്റിൽ ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ ഉദ്ദേശിച്ചത് പറഞ്ഞത് മിക്സ് ആയി പോയതാണ്. നെവർ മൈൻഡ് ഇറ്റ്. നമ്മൾ തമ്പനയിൽ എപ്പോഴും അട്രാക്റ്റീവ് ആയിട്ടേക്കണം. അതേപോലെ തന്നെ ടൈറ്റിലും, അതായത് വീഡിയോൻ്റെ ടൈറ്റിലും അടി കൊടുക്കണം. ടൈറ്റിലും അതേപോലെ തന്നെ ക്യൂരിയോസിറ്റി ജനിപ്പിക്കുന്ന, അല്ലെങ്കിൽ കണ്ടാൽ നമുക്ക് ഇതെന്താ സംഭവം ചെക്കൗട്ട് ചെയ്യാൻ തോന്നുന്ന രീതിയിലുള്ള ടൈറ്റിൽസ് യൂസ് ചെയ്യണം. ഇത് രണ്ടിലും നമുക്ക് ജെമിനി യൂസ് ചെയ്തിട്ട് ട്രൈ ചെയ്യാം. ചിലപ്പോൾ സമയം പൊട്ടത്തരായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൈൻഡ് ചെയ്യേണ്ട. ഞാൻ ഉദ്ദേശിച്ച കണ്ടന്റ് ഇങ്ങനത്തെയൊക്കെയാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെ വേണം ചെയ്യാൻ. നിങ്ങൾ എൻ്റെ ചാനൽ ചെക്കൗട്ട് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. ലൈക്ക് ഞാൻ ഇടുന്ന ഇപ്പോൾ ഇത് ഒരു പോർഷൻ കഴിഞ്ഞിട്ട് ഞാൻ ഇടുന്ന മൊത്തം ഈ തംബ്നെയിൽസും ഇതെല്ലാം ജെമിനി അല്ലെങ്കിൽ ചാറ്റ് ജി പി ടി എല്ലാം യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കിയ തംബ്നെയിൽസാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. ആൻഡ് ചില വീഡിയോസൊക്കെ അത്യാവശ്യം റീച്ചും കാര്യമുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്ത് നോക്കണം. അത് നിങ്ങൾക്കൊരു വ്യൂസ് കിട്ടാൻ കുറച്ച് ഹെൽപ്പ് ചെയ്യും. നിങ്ങളുടെ ടൈറ്റിൽ, തംബ്നെയിൽ, ഇതെല്ലാം ശ്രദ്ധിക്കേണ്ടതാണ്. അതേ ആസ് യൂഷ്വൽ ആസ് വെൽ ആസ് ഡിസ്ക്രിപ്ഷനും നിങ്ങൾ ശ്രദ്ധിക്കണം. നമുക്ക് ചാറ്റ് ജി പി ടിയോ ജെമിനി എന്തായാലും യൂസ് ചെയ്തിട്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ഇത് വെറുതെ വെച്ചടിച്ച് കിട്ടരുത്. നമ്മളെ കണ്ടന്റുമായിട്ട് സാമ്യമുള്ള ഡിസ്ക്രിപ്ഷൻ, നമ്മുടെ കണ്ടന്റ് എന്താണ് ഉദ്ദേശിക്കുന്നത് ഡിസ്ക്രിപ്ഷനും കൂടി ആഡ് ചെയ്തിട്ട് വേണം നമ്മളെ വീഡിയോ എപ്പോഴും അപ്ലോഡ് ചെയ്യാൻ. ഇതൊക്കെ ബേസിക് ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ദിസ് സിമ്പിൾ ദീസ് തിങ്സ് വിൽ മേക്ക് യുവർ ചാനൽ ഫ്രം ബിഗിനർ ലെവൽ ടു എ പ്രൊഫഷണൽ ലെവൽ. പിന്നെ എനിക്ക് പറയാനുള്ളത് പ്രസൻറ്റേഷൻ. നമ്മൾ ഒരിക്കലും ആദ്യത്തെ വീഡിയോയിലെല്ലാം ഭയങ്കര സംഭവം എന്ന് വിചാരിച്ചിടേണ്ട ആവശ്യമില്ല. ഇറ്റ് വോണ്ട് ബി പെർഫെക്റ്റ് വീഡിയോ. ഫോർ എക്സാമ്പിൾ, എൻ്റെ ഇപ്പോഴും ഞാൻ ഇടുന്ന വീഡിയോസ് ഒരിക്കലും പെർഫെക്റ്റ് അല്ല. ആകെ തമ്മിലും ടൈറ്റിലും മാത്രമേ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നുള്ളൂ. ബാക്കിയെല്ലാം വളരെ ബിഗിനർ ലെവലാണ്. കാരണം എനിക്ക് എഡിറ്റ് ചെയ്യാൻ മടിയാണ്. പിന്നെ അതേപോലെ ഇതിന് മെനക്കെട്ട് എഴുതുന്ന സമയവും ഇല്ല. എൻ്റെ എഡിറ്റിങ് ഭയങ്കര സംഭവമല്ല. സോ ഞാൻ എന്ത് ചെയ്യുന്നു, ജസ്റ്റ് വീഡിയോ എടുക്കുന്നു, അപ്ലോഡ് ചെയ്യുന്നു, ഇടുന്നു. ഇപ്പം നിങ്ങൾ കുറച്ചും കൂടി ഇത് ഇൻവെസ്റ്റ് ചെയ്യാൻ സമയം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ, വീഡിയോ എടുത്തു കഴിഞ്ഞതിന് ശേഷം ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, അതേപോലെ എഫക്ട്സ്, അസെറ്റ്സ്, ഇതെല്ലാം കൂടി മിക്സപ്പ് ചെയ്തിട്ടുള്ള സാധനം ചെയ്യുക. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇടുമ്പോൾ പ്രത്യേകം സൂക്ഷിക്കുക. കോപ്പിറൈറ്റ് സ്ട്രൈക്ക്, കോപ്പിറൈറ്റ് ക്ലെയിംസ് ഇതെല്ലാം കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നോക്കിയിട്ട് കോപ്പിറൈറ്റ് സ്ട്രൈക്കും ക്ലെയിമും ഒന്നും ഇല്ലാത്ത ഓഡിയോസ് വേണം യൂസ് ചെയ്യാൻ. കാരണം ഞാൻ അങ്ങനെ ഏതെടുത്ത് കഴിഞ്ഞാലും എനിക്ക് ഇങ്ങനെ പണിയിട്ടുന്നതുകൊണ്ടാണ് ഞാൻ പിന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വേണ്ടാന്ന് വെച്ചിട്ട് എൻ്റെ കയ്യിൽ ഞാൻ ജസ്റ്റ് റോ ആയിട്ട് വീഡിയോ എടുക്കുന്നു, അപ്ലോഡ് ചെയ്യുന്നു. എഡിറ്റും എഫക്റ്റും മീൻസ് കുറേ എഫക്റ്റ് ഇട്ട് കൊളാക്കാൻ നിൽക്കുന്നില്ല. ബട്ട് നിങ്ങൾക്ക് നല്ലോണം ഇമ്പ്രൂവ് ചെയ്യണം, നിങ്ങളുടെ ചാനൽ ഇമ്പ്രൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, എഫക്ട്സ്, എഡിറ്റ്സ് ഇതൊക്കെ അത്യാവശ്യം നമ്മളെ വീഡിയോസ് കാണുമ്പോൾ ആൾക്കാർക്ക് എൻ്റർടൈനിങ് ആയിട്ട് തോന്നും. ആസ് വെൽ ആസ് നിങ്ങളുടെ പ്രസൻറ്റേഷനും അതേപോലെ തന്നെ കുറച്ച് വൈബ്രൻ്റ് ആക്കാൻ നോക്കും. ഇതൊക്കെ നല്ല നല്ല ടിപ്സാണ് ഗൈസ്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ യൂസ് ചെയ്യാതിരിക്കാം. ഇങ്ങനെയൊക്കെ ചെയ്താണ് യൂട്യൂബ് ചാനൽ കുറച്ച് വളർച്ചയുണ്ടാവും. അല്ലെങ്കിൽ 10ഉം 500ഉം 1000ഉം 2000 വീഡിയോസ് ഇട്ട് കഴിഞ്ഞാലും സ്റ്റിൽ നിങ്ങൾക്ക് ഒരു മാങ്ങ അച്ചീവ് ചെയ്യാണ്ട് ഞാൻ ഇരിക്കുന്ന പോലെ ഇങ്ങനെ ഇരിക്കേണ്ടി വരും.
അപ്പോൾ ഇതൊക്കെയാണ് മേജറായിട്ടുള്ള സംഭവങ്ങൾ. പിന്നെ എൻ്റെ ഓർമ്മയിൽ വേറൊന്നും കിട്ടുന്നില്ല. പിന്നെ ഷോർട്സും കുറച്ച് അപ്ലോഡ് ചെയ്യാൻ നോക്കുക. നിങ്ങളെല്ലാപ്പളും ലോങ് വീഡിയോസ് മാത്രം അപ്ലോഡ് ചെയ്യാണ്ട് കുറച്ച് ഇടയ്ക്ക് ഷോർട്സ് അപ്ലോഡ് ചെയ്യുക. ഷോർട്സിനോട് റിലേറ്റഡ് വീഡിയോസും കൂടി കണക്ട് ചെയ്ത് വെക്കാൻ നോക്കുക. അപ്പോൾ നിങ്ങളുടെ വേറെ വീഡിയോസായിട്ട് നിൽക്കുന്ന സമയത്ത് ഓപ്പണായി വരും. അതുപോലെ തന്നെ നിങ്ങളെ എൻഡിങ് ഉണ്ടാവും. നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോ ലാപ്ടോപ്പിലൊക്കെ എടുക്കുന്ന സമയത്ത് വെബിലെല്ലാം എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് എൻഡ് സ്ക്രീൻ കാർഡോ എന്തൊക്കെയോ സാധനങ്ങളെല്ലാം ഉണ്ട്. ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, നമ്മുടെ വീഡിയോസ് ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് വീഡിയോ പോപ്പപ്പ് ചെയ്യും എൻഡിങ്ങിലോട്ട്. അതെല്ലാം സെലക്ട് ചെയ്ത് വ്യൂവേഴ്സിന് നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മൾ എന്തായാലും അടുത്ത വീഡിയോ കാണാൻ നോക്കും. നമ്മുടെ പ്രസൻറ്റേഷൻ അതേപോലെ മെച്ചപ്പെടുത്താൻ നോക്കുക. ഓരോ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും അതിൻ്റേതായ ടൈം ഇൻവെസ്റ്റ് ചെയ്ത് നമ്മൾ വാട്ട് ഐ എം സ്പീക്കിംഗ്. ഓക്കെ, ടൈം ഇൻവെസ്റ്റ് ചെയ്യുക. അതേപോലെ തന്നെ റിസൾട്ട് വരുത്താൻ നോക്കുക. അതേപോലെ ട്രെൻഡിങ് കണ്ടൻറ്റ്സ് എടുക്കാൻ നോക്കുക. നല്ല നല്ല കണ്ടൻറ്റ് തപ്പിപ്പിടിച്ചെടുക്കുക. ഇൻവെസ്റ്റ് സം ടൈം ഫോർ ക്വാളിറ്റി കണ്ടൻറ്റ്സ് കണ്ടുപിടിക്കാൻ ഒരു സമയം എടുക്കും. സോ അതിന് ടൈം ഇൻവെസ്റ്റ് ചെയ്യുക. അതേപോലെ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ഇടാൻ നോക്കുക. കൺസിസ്റ്റൻസി ഇസ് ദ കീ ഗൈസ്. നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കണം. ചില സമയത്ത് ഒരു 5, 6, 8, 10, 12 വീഡിയോ എല്ലാം ഒരുമിച്ച് ക്ലിക്ക് ആയി കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ ക്ലിക്കായി പോകും. സ്റ്റിൽ ഐ ആം സ്ട്രഗിളിങ്. ഇപ്പോഴും വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുക. അല്ലാണ്ട് കുറച്ച് ചേഞ്ച് ഉണ്ട് കേട്ടോ. എൻ്റെ ചാനലിൽ ഇപ്പോൾ അത്യാവശ്യം ചേഞ്ച് ഉണ്ടെന്ന് പറഞ്ഞാൽ കാരണം എന്ന് വെച്ച് പറയാമെന്ന് വെച്ചാൽ ഇപ്പോൾ വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു വാച്ച് കുറച്ച് കുടി വരുന്നുണ്ട്. അത്ര എനിക്ക് പറയാനുള്ളൂ. എനിവേ നിങ്ങൾ ട്രെൻഡിങ് ആയിട്ടുള്ള കണ്ടൻസും അതേപോലെ റിലവൻ്റ് ആയിട്ടുള്ള കണ്ടൻസും അതേപോലെ ലൈക്ക് കണ്ടൻസിന് കുറച്ച് ഫോക്കസ് കൊടുത്ത് നിങ്ങൾക്ക് കുറച്ചും കൂടി വ്യൂസും ഇതെല്ലാം കിട്ടും. എൻ്റെ കണ്ടൻസ് അത്ര വലിയ രസമില്ലാത്തതുകൊണ്ട് പരക്കടലാണ് എൻ്റെ പരിപാടി. ഞാൻ കണ്ടല്ല അത്ര ഫോക്കസ് കൊടുക്കുക. എനിക്ക് ചില വീഡിയോസ് ചെയ്യാൻ തോന്നും, ഷൂട്ട് ചെയ്യും, അപ്ലോഡ് ചെയ്യും, ഇടും. ആകെ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നത് തമ്പനയിലും ടൈറ്റിലും മാത്രമാണ്. സോ നിങ്ങളെ ബിഗിനർ ലെവലിൽ പ്രോ ലെവലിലുള്ള കൂട്ടണമെങ്കിൽ ഞാൻ ഇത്രയും പറഞ്ഞ കാര്യം എന്തായാലും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. പിന്നെ നിങ്ങൾ വേണമെങ്കിൽ കുറച്ചും കൂടി ഫ്രണ്ട്സൊക്കെ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി വാച്ച് ഹവേഴ്സ് കിട്ടും. അവരടുത്ത് കാണാൻ പറയാം. അങ്ങനെയൊക്കെ ചെയ്താലും പകുതി ഫ്രണ്ട്സും ഒരു ജസ്റ്റ് തുറന്നു നോക്കിയിട്ട് ബാക്ക് അടിച്ചു പോകും. ഇതൊക്കെ സ്വാഭാവികമാണ്. ബട്ട് സ്റ്റിൽ ട്രൈ ടു ഇംപ്രൂവ് യുവർ പ്രസൻറ്റേഷൻ ആസ് വെൽ ആസ് യു വീഡിയോ ക്വാളിറ്റീസ് എക്സെട്ര. ഇതൊക്കെയാണ് ചെയ്യേണ്ടത്. ഇതൊക്കെ നിങ്ങൾ പുതിയ ഗാഡ്ജറ്റും വാങ്ങി ഒന്നും മേടിക്കേണ്ട. ഇപ്പം തന്നെ ട്രൈപോഡ് എല്ലാം എടുത്ത് പണ്ടേ ഉണ്ടായിരുന്നു. ഞാൻ ഇപ്പോഴും ജനലിൻ്റെ ഇവിടെ വെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത്. കാരണം എനിക്ക് ഈ ഫ്രെയിമാണ് ഇഷ്ടം. സോ നമ്മൾ ഉള്ള കാലം വെച്ച് ഇംപ്രൊവൈസ് ചെയ്തിട്ട് വീഡിയോസ് എടുക്കുക. നല്ല നല്ല കണ്ടൻസ് എടുക്കാൻ നോക്കുക. ട്രെൻഡിങ് കണ്ടൻസ് അപ്ലോഡ് ചെയ്യാൻ നോക്കുക. നല്ല ടൈറ്റിൽസ് അതേപോലെ തന്നെ തംബ്നെയിൽസ് നല്ല വൃത്തിയുള്ള വേണമെങ്കിൽ നിങ്ങൾക്ക് തംബ്നെയിൽ എഡിറ്റ് ചെയ്ത് ഇതാക്കാൻ മടിയാണെങ്കിൽ ജെമിനിനോ ChatGPT യൂസ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്ത് തംബ്നെയിൽസ് അപ്ലോഡ് ചെയ്യുക. ആസ് വെൽ ആസ് അതിനെ കൊണ്ട് തന്നെ വേണമെങ്കിൽ ടൈറ്റിൽസും നമുക്ക് ജനറേറ്റ് ചെയ്തിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാം. അതേപോലെ നമ്മൾ DP, ബാനർ, ഡിസ്ക്രിപ്ഷൻസ് ഇത് എല്ലാം നമ്മളെല്ലാം കൊടുത്തിരിക്കണം. എന്നാലാണ് നമ്മുടെ ചാനൽ പ്രൊഫഷണൽ ലെവലിലോട്ടെത്തും. സോ ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ ബാക്കി വീഡിയോസ് കൂടി കണ്ട് എൻ്റെ വാച്ച് അവർ ഒന്ന് തീർത്ത് തരിക. ഇതെനിക്ക് പറയാനുള്ളൂ. ഓക്കെ, ബൈ.